ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാടൻ ചായക്കടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് മത്തിക്കറി, നല്ല മുളകിട്ട മത്തിക്കറി. ഇത് ജയമ ചേച്ചിയുടെ സ്പെഷ്യലാണ്. ജയമ ചേച്ചി ആരാണെന്നല്ലേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഊണ് മാത്രം തയ്യാറാക്കുന്ന ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്ന ചേച്ചിയാണ്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ്. അവർ നന്നായിട്ട് ഊണ് തയ്യാറാക്കും. ഒരുപാട് കറികൾ നല്ല ടേസ്റ്റാണ്. നല്ല സാമ്പാർ, നല്ല മത്തിക്കറി. അപ്പോൾ ഈ മത്തിക്കറി നല്ല ടേസ്റ്റാണ്. അത് ജയമ ചേച്ചി എനിക്ക് കാണിച്ചു തന്നു ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ജയമ ചേച്ചിക്ക് നല്ല താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു വലിയ അളവിൽ ഉണ്ടാക്കുന്നതാണ്. 6 കിലോ മത്തി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ 1 കിലോൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ്: 1 കിലോ നല്ല ഫ്രഷ് മത്തി ചാള, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രൈന് വേണ്ടി വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തിയുടെ ഫോട്ടോ ആണ്. കറിക്ക് വേണ്ടി ഇത് വരയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സവാള, പച്ചമുളക്. സവാള ഒരു വലിയ സവാള മതിയാവും നമ്മുടെ 1 കിലോയ്ക്ക്. പിന്നെ ഒരു വലിയ പച്ചമുളക്, അല്ലെങ്കിൽ എരിവിനനുസരിച്ച്. 3 തണ്ട് കറിവേപ്പില, 4 വലിയ ടൊമാറ്റോസ്. നല്ല പഴുത്ത ടൊമാറ്റോസ് ആയിരിക്കണം. ആ ടൊമാറ്റോസ് എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഇതുപോലെ ജ്യൂസ് ആക്കിയെടുക്കണം. പിന്നെ 5 കഷ്ണം കുടംപുളി നന്നായി കഴുകി കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം ആദ്യം തന്നെ. പിന്നെ കാശ്മീരി മുളക് പൊടി, നല്ല ക്വാളിറ്റി മുളക് പൊടി ആയിരിക്കണം. 3 ടേബിൾ സ്പൂൺ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ജയമ ചേച്ചി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് 6 കിലോ മത്തി അവിടെ ഊണ് തയ്യാറാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. നമ്മളെടുക്കുന്ന മത്തിക്കനുസരിച്ച് സൈസിലുള്ള ഒരു ഉരുളി എടുക്കാം. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരണം. പക്ഷേ കളറൊന്നും ഒരുപാട് ഡാർക്കൊന്നും ആവരുത്, ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് പറഞ്ഞ അളവിൽ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടി 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1 കിലോയ്ക്ക് വേണ്ടി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ആ എണ്ണയിൽ കുക്ക് ചെയ്തെടുക്കണം. പൊടികളുടെ ആ പച്ച ചുവ മാറണം. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ആ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തക്കാളി ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടേക്കുന്നതാണ്. വെള്ളം അങ്ങനെ ചേർക്കരുത്. ഇനി അടിച്ച് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ശകലം വെള്ളം ഒഴിക്കാം, പക്ഷെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ ജ്യൂസാണത്. അതും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. ടൊമാറ്റോ ജ്യൂസ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്കായി കിട്ടണം. ആ തക്കാളിയുടെ പച്ച ചുവക്കെ മാറി ഒന്ന് കട്ടിയായി വരും. അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വരണം. അപ്പം ഇതിലേക്ക് നമുക്കിപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പം കണ്ടില്ലേ, ഒന്ന് കുറുകി വരുന്നുണ്ട്. അത് കുക്കാവും തോറും കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. ഇനി
നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുടംപുളി, ആ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുടംപുളി അത് വെള്ളത്തോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ കാണാൻ നമുക്ക് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര മീനാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ആ മീനൊന്നും ഇതിൽ ഇറങ്ങിക്കിടക്കാൻ വേണ്ടി ഉള്ള അത്രയും വെള്ളം ചേർത്താൽ മതി. വെള്ളം ചേർത്ത് അതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ വെള്ളം ചേർത്തതിനനുസരിച്ച് കുറച്ചും കൂടി ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആദ്യം തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വൃത്തിയാക്കി വെള്ളം ഒക്കെ മാറ്റി കളഞ്ഞിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ 6 കിലോ നല്ല ഫ്രഷ് മത്തിയാണ് ചേർത്തിരിക്കുന്നത്. ഒന്നും കൂടി തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇത് സിമ്മിലിടാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്ത് എടുത്താൽ മതി. അപ്പോഴേക്കും മീൻ കുക്ക്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ കടയിലത്തെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ കുക്കായതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ജയമ ചേച്ചി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കും. ഇറക്കി വെച്ചിട്ട് രാത്രി ഇത് മൂടി വെക്കും. വൈകിട്ടാണ് ഈ കറി ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി മുഴുവൻ ഇത് മൂടി വെക്കും. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഇത് മൂടി വെക്കണം. അതിനുശേഷം ജയമ ചേച്ചി പറഞ്ഞു നാളെ രാവിലെ ഇത് ചൂടാക്കി എടുക്കുകയുള്ളൂ, എന്നിട്ടാണ് സെർവ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റൊക്കെ കൂടും. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് പോയി ആ സ്റ്റെപ്പും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉരുളിക്കകത്തുനിന്ന് മാറ്റി ഇനി മൺചട്ടിയിലേക്ക് മാറ്റും കറി. എന്നിട്ട് ഒന്നും കൂടി നന്നായി ചൂടാക്കി എടുക്കും. ഇങ്ങനെ ഒന്ന് തിളച്ച് മീനൊക്കെ ചൂടായി വരുന്നത് വരെ ഒന്നും കൂടി വറ്റിച്ച് എടുക്കും. അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഹോട്ടലിലത്തെ കറിയുടെ പ്രത്യേകത ആണ് അത്. തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ചൂടാക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. നമുക്ക് വീട്ടിൽ ചിലപ്പോൾ കിട്ടണില്ല എന്ന് തോന്നുന്ന ആ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതാണ് മീൻ കറി. ഇതുപോലത്തെ കുടംപുളിയിട്ട മീൻ കറിയൊക്കെ പ്രത്യേകിച്ചും കുറച്ച് നേരം ഇരിക്കും, അടുത്ത ദിവസം നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡിൽ വീട്ടിൽ സൂപ്പർ മുളകിട്ട മത്തിക്കറി ട്രൈ ചെയ്ത് നോക്കിയാൽ മറക്കാതെ വിവരാതിരിക്കണം, ഫോട്ടോസും അയക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഓൾ പേഴ്സണലൈസ്ഡ് നണ്ണെന്ന് ഈ ബെല്ലുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണും. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഓളും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.